ആലപ്പുഴയിൽ CPM-നെ പരാജയപ്പെടുത്തൂ, പകരം രാജസ്ഥാനിൽ BJP-യെ വിജയിപ്പിക്കൂ എന്ന ഈ മുദ്രാവാക്യം. ഇപ്പോൾ BJP-ക്കെതിരെ ശക്തമായ ഫൈറ്റ് ആഗ്രഹിക്കുന്നവർ പോലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല ഈ ഫൈറ്റിൽ എന്നൊരു ചിന്താഗതി വളർന്നിട്ടുണ്ട്. ആ ചിന്താഗതി വളരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പരിശോധന നടത്തിയാൽ ഇപ്പോൾ BJP-ക്ക് ചില കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കാത്തതിൻ്റെ കാരണം രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഇല്ല എന്നുള്ളതാണ്. 240 അംഗ രാജ്യസഭയിൽ BJP-ക്ക് 117 പേരാണ് ഉള്ളത്. ഒരു 4 പേരെ കൂടി കുറവുണ്ട്. രാജ്യസഭയിലും കൂടി BJP സിംഗിൾ മെജോറിറ്റി നേടിയിരുന്നെങ്കിൽ, കഴിഞ്ഞ കുറച്ച് മുമ്പ് BJP-ക്ക് അതിലും കൂടി സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ കുറേ കൂടി വേഗത്തിലാക്കുമായിരുന്നു. എന്നാൽ ഹിമാചൽ പ്രദേശിലെ 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ വഞ്ചിച്ച് അഭിഷേക് സിംഗ്വി എന്ന ദേശീയ നേതാവിനെ പരാജയപ്പെടുത്തി. അത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ രാജ്യസഭാ അംഗമായ ഒരു വ്യക്തി UDF-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആലപ്പുഴയിൽ മത്സരിക്കും. അദ്ദേഹം ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം രാജസ്ഥാനിൽ വിജയിക്കുമ്പോഴുള്ള നിയമസഭാ കക്ഷി നിലയല്ല ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ BJP-ആണ് അവിടെ ജയിക്കുക. അദ്ദേഹത്തിനാണ് ഇനി വർഷങ്ങൾ അവിടെ രാജ്യസഭയിൽ ബാക്കിയുണ്ട്. അപ്പം അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുക. ആലപ്പുഴയിൽ CPM പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജ്യസഭയിൽ BJP-ആണ്. ഇത് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടും. ആലപ്പുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജനകീയനായ അവിടുത്തെ MP ശ്രീ AM ആരിഫാണ്. CPIM ആലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജസ്ഥാനിൽ BJP-ക്ക് ഒരു MP-യാണ്. ഇത് നാട് ചർച്ച ചെയ്യും, ഒരു സംശയം വേണ്ട. കോൺഗ്രസിന് BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുടെ അതിവേഗത്തിൽ ആ ചിന്ത മുന്നോട്ട് പോകുന്നതിന് കാരണമായി ഇത് മാറും.